അപ്പോൾ എന്താണ് സ്ട്രോക്ക് എന്ന് ആദ്യം നോക്കാം. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം, ഒരു സൈഡ് തളർന്നു പോകണമെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന എന്തോ പ്രശ്നമാണ്. ബ്രെയിനിൻ്റെ ബ്ലഡ് വെസൽസ് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പൊട്ടുന്നു. സ്ട്രോക്ക് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നമുക്ക് അതിന് ഓർത്ത് വയ്ക്കേണ്ട ടെക്നിക്കാണ് BFAST, BEFAST എന്ന് ഓർത്ത് വയ്ക്കുക. എന്ന് പറഞ്ഞാൽ ബാലൻസ്. നിൽക്കുന്ന സമയത്ത് നമ്മൾ താഴോട്ട് വീഴുന്ന പോലെ, ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോകുന്ന പോലെ തോന്നുക, അതാണ് B. എന്ന് പറയുമ്പോൾ നമ്മുടെ അതെന്ന് ഞാൻ പ്രത്യേകിച്ചും രണ്ടായിട്ട് കാണുക, രോഗിക്ക് രണ്ടായിട്ട് കാണുക, അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് മുറിഞ്ഞു പോകുന്ന പോലെ തോന്നുക. അങ്ങനെ സിംറ്റംസ് ഉണ്ടാകുന്നുണ്ട്. ആ രോഗി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് കാണുന്ന സംശയം വന്നാൽ നമ്മൾ ചിന്തിക്കണം സ്ട്രോക്ക് ആവാൻ സാധ്യതയുണ്ട്. അടുത്ത F എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം, അതായത് സംസാരമല്ല, F എന്ന് പറഞ്ഞാൽ ഫേസാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് സിമെട്രിക്കലാണ് നോക്കുക. രോഗിയോട് ചിരിക്കാനായിട്ട് പറയാം. ചിരിക്കുന്ന സമയത്ത് രണ്ട് സൈഡ് ഒരുപോലെയാണ് പോകുന്നതെങ്കിൽ നോർമലാണ്. പക്ഷേ ആ സമയത്ത് ഒരു സൈഡ് കോണി പോവാണ്, ഒരു സൈഡ് ഇങ്ങനെ മാറി പോവുകയാണെങ്കിൽ അർത്ഥം ഫേസ് എസിമെട്രിയാണ്, അത് സ്ട്രോക്കിൻ്റെ സൈനാണ്. അടുത്ത A എന്നുള്ള ലെറ്റർ. A എന്ന് പറഞ്ഞാൽ ആം ഡ്രിഫ്റ്റ്, രണ്ട് കൈ ഇങ്ങനെ പിടിക്കാൻ പറയാം. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ രോഗിക്ക് പിടിക്കാൻ പറ്റുന്നെങ്കിൽ നോർമലാണ്. 10 സെക്കൻഡ് പിടിക്കാൻ പറ്റുന്നില്ല, കൈ താഴോട്ട് പോകുകയാണെങ്കിൽ അതിനർത്ഥം സ്ട്രോക്കിൻ്റെ സൈനാണ്. അടുത്തത് S ആണ്. സംസാരിക്കുക, രോഗിയോട് ചോദിക്കുക എന്ത് പറ്റി, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുക. അപ്പം രോഗിയുടെ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവാണ്, അങ്ങനെയാണെങ്കിൽ സ്ലറിംഗ് ആണ്, പ്രോബ്ലമാറ്റിക് ആണ്. ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് CT സ്കാൻ എടുത്ത് നോക്കി ന്യൂറോളജി